ഹലോ ഗായ്, സെക്കൻഡ് ഡേ ഇൻ പൊക്കാരയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അടുത്ത സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു 7 മണിയായി കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങ് ആരും വന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് പോയത് മഹേന്ദ്ര കേവിലോട്ടാണ്. അവിടെ ഒരു ലൈം സ്റ്റോണിൻ്റെ കേവാണത്. അതിൻ്റെ അകത്ത് ഒരുപാട് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേവിനകത്തൂടെ ഉള്ളൊരു യാത്ര നമുക്ക് അതൊരു പുതിയ അനുഭവമാണ്. നമ്മൾ വിയറ്റ്നാമിലൊക്കെ അതിൻ്റെ ഈ നദിയുടെ മുകളിലുള്ള കേവിൽ കൂടിയൊക്കെ പോയിട്ടുണ്ട്. അല്ലാത്തയും നമ്മൾ സീ സൈഡിലുള്ള കേവൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ലാൻഡ് ഏരിയയിൽ തന്നെ കുറേ ഉള്ളിലോട്ടുള്ള കേവും അതിൻ്റെ അകത്ത് ശിവൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അവർ ആചരിക്കുന്നതൊക്കെ ന്യൂ ആയിരുന്നു. എനിക്ക് ചില മൃഗങ്ങൾ വരുന്നുള്ള പേടിയാണ്. അല്ലാണ്ട് കാലത്ത് 7 മണിക്ക് തുറക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതായാലും അപ്പൊ ഇതിലെ തന്നെ തിരിച്ചു വരണ നമ്മള് അവിടെ നോക്കിട്ടാണ് വഴിയടത്തേക്കാണ്. ആൾക്കാരെന്താ ഇതിട്ട് ഇങ്ങനെ വെച്ചേക്കണം? നമ്മൾ നോക്കണം. ശിവനാകുമ്പോ പാമ്പ് കാണും. എടുക്കാപ്പോ എന്തായാലും ഇത്രല്ലേ ഉള്ളു. പേടിയില്ലേ ഇനി പേടിയില്ല. അത് കടത്തി വെച്ചേക്കില്ലേ? ഈശ്വര കുട്ടേട്ടാ, നമുക്ക് മറ്റേ ചെറുക്ക ഇതിന്റെ അകത്തൂടി പോയെന്ന് തോന്നല്ലേ? ആ വീഡിയോയിലുള്ള ചെറുക്കൻ. മഹേന്ദ്ര കേവിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവർ അലോഡായ സ്ഥലം വരെ മുഴുവൻ പോയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ബാറ്റ് കേവ് ആണ്. അവിടെ നിറയെ വവ്വാലുണ്ടാവും. അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഓൾറെഡി ഞങ്ങൾ കണ്ടിട്ടാണ് പോയത്. എനിക്ക് തീരെ ധൈര്യമില്ല. എനിക്ക് എല്ലാ പ്രാണികളെയും എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ധൈര്യമില്ലായിരുന്നു. അവരാണെങ്കിൽ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് കയറ്റിയും വിട്ടു. എമർജൻസി ലൈറ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ധൈര്യവാനായ കിരൺ ആദ്യമേ നടന്നു പോകുന്നുണ്ട് ലൈറ്റൊക്കെ അടിച്ച്. പക്ഷേ ഞങ്ങൾക്ക് കയറാനുള്ള ധൈര്യം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം അവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കേവിനകത്ത് ഫുള്ള് വവാലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കിരണും ഇതുവരെ എത്തിയതല്ലേ, എന്താണെന്ന് നോക്കാണ്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ഇതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാണ് താഴോട്ട് ഇറങ്ങിയത്. എനിക്കും പേടി. എൻട്രൻസ് അങ്ങോട്ടൊന്ന് നമുക്കത് വരെ പോയി തിരിച്ചു. ഇല്ല, എന്താ മാത്രമായതുകൊണ്ട് ഞങ്ങള് ഇതിൽ കൂടെയുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അടുത്ത പ്രാവശ്യം വന്നിട്ട് ആക്ച്വലി മഹേന്ദ്ര കേവ് ആയാലും ബാറ്റ് കേവ് ആയാലും അതിൻ്റെ എക്സിറ്റ്, അതായത് നമ്മൾ കയറുന്ന ഒരു വഴിയും ഇറങ്ങുന്നത് ആക്ച്വലി വേറെ വഴി കൂടിയാണ് കേട്ടോ. പക്ഷേ അവരും അത് ബ്ലോക്ക് ചെയ്ത് അവർ ഇറങ്ങുന്ന വഴി തന്നെ തിരിച്ചു വരാനാണ് പറഞ്ഞത്. ബാറ്റ് കേവ് ആയാലും വേറെ വഴി കൂടിയാണ് വരാൻ. അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി കയറിയിട്ട് ഇങ്ങ് ഇറങ്ങി വന്നു. പിന്നെ നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. ക്യാബും ബസ്സൊക്കെ കയറി അനദർ 6 hour ജേർണിയിൽ നമ്മൾ കാഠ്മണ്ഡുവിൽ തിരിച്ചു പോവുകയാണ്. കാഠ്മണ്ഡുവിൽ എത്തിയ പിന്നെ വീണ്ടും തീർത്ഥാടനമാണല്ലോ. നമ്മൾ കാഠ്മണ്ഡുവിൽ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം വെക്കേറ്റ് ചെയ്യാതെയാണ് പൊക്കാരയിലേക്ക് പോയത്. സോ ദാറ്റ് പൊക്കാരയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫ്രഷപ്പ് ആവാനൊക്കെ ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ തിരിച്ചു പോയി ഫ്രഷപ്പ് ചെയ്തു, വെക്കേറ്റ് ചെയ്തു. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ 2-3 സ്ഥലം കൂടി കാണാമെന്ന് വെച്ചു. സോ അതിലൊന്നാണ് ഇത്. ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവരുടെ ഒരു മെയിൻ അമ്പലമാണിത്. സോ
സ്വയംഭുനാഥ് ടെമ്പിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റിനെക്കാട്ടി കൂടുതൽ ഇവിടെ ലോക്കൽസ് ആണ് ഉള്ളത്. ബിക്കോസ് ഇത് ഇവരുടെ മെയിനായിട്ട് പ്രാർത്ഥിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടുത്തെ വൈബ് തന്നെ കുറച്ച് ദൈവികത അല്ലെങ്കിൽ പ്രാർത്ഥന മൂഡാണ് ടൂറിസ്റ്റിനേക്കാളും ഉപരി. ബട്ട് സൈഡിൽ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് കടകളും നേപ്പാളിൻ്റെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളും ഉണ്ട്. നമുക്ക് ഈ അമ്പലത്തിൻ്റെ മുകൾ വരെ പോകാം. അതായത് ഈ കണ്ണൊക്കെ ഇരിക്കുന്ന ആ ഒരു പോയിന്റ് വരെയും കയറി ചെല്ലാം. ബട്ട് അതിനകത്തൊക്കെയും പലരും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പൂജകൾ, ജപങ്ങൾ, അവരുടെ വിശ്വാസത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യം കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ഇതൊക്കെ കാണുന്നത് ഒരു വ്യത്യസ്തമായിരുന്നു. ലൈക്ക് ഈവൻ ഫോറിനേഴ്സും ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ മെഡിറ്റേറ്റും ജപങ്ങളൊക്കെ പറയുന്നുണ്ട്, മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് കാണാൻ തന്നെ ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയറി ചെല്ലാം. നമുക്ക് ഷൂസ് കുറച്ച് ദൂരെയായിട്ട് മാറി ഊരിയിടണം. ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള സംഭവം. സോ നമ്മൾ പശുപതിനാഥ് ടെമ്പിളിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻസ് ഫ്രീ ആണ്. നമ്മളിപ്പോൾ പശുപതിനാഥ് ടെമ്പിളിൻ്റെ ഉള്ളിലാണുള്ളത്. വീഡിയോഗ്രാഫി അധികം അലോഡല്ല, കാരണം അതിൻ്റെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ മേജർ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ ബിൽഡിംഗ് ഉള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ബാഗൊക്കെ ആയിട്ട് കയറാനും പറ്റില്ല. സോ ഞാൻ പുറത്ത് നിന്നു, കിരൺ അകത്ത് പോയി കണ്ടിട്ട് വന്നു. പ്രതിഷ്ഠ ശിവലിംഗം വെച്ചിട്ടുണ്ട് അവിടെ. സോ ഇതൊരു ചെറിയ ടെമ്പിളല്ല. 15ാം സെഞ്ച്വറിയിലൊക്കെ ബിൽഡ് ചെയ്തൊരു ടെമ്പിളാണ്. ഈ ഹിന്ദുയിസം കൾച്ചറിൽ ഏറ്റവും ഫേമസ്, സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടെമ്പിളാണ് പശുപതിനാഥ് ടെമ്പിൾ. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബാഗ്മതി റിവറിൻ്റെ മരണശേഷം ജഡം ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കുന്ന ഒരു ആചാരം ഇവർക്കുണ്ട്. സോ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഈ വലിയൊരു ക്ഷേത്രത്തിലുണ്ട്. ആൻഡ് അതുവരെ നമ്മൾ നടന്നെത്തുന്നേ ഉള്ളൂ. ഇതിവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ ഗോപുരങ്ങളെല്ലാം പഴയ ബിൽഡിങ്സാണ്, പൊട്ടിപ്പൊളിഞ്ഞ് വരുന്ന തരം ബിൽഡിങ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് നടന്ന് നമ്മൾ വേറൊരു കറക്റ്റ് ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ബാഗ്മതി റിവറൊക്കെ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നേപ്പാളി റുപ്പീസ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാക്സിമം ഇന്ത്യൻ റുപ്പിയെങ്കിലും സേഫ്റ്റിക്ക് കരുതിയിരിക്കുക. കാരണം ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഞങ്ങൾ കയ്യിലെ കാശൊക്കെ തീർന്നു. നമ്മുടെ കണക്കുകൂട്ടൽ അവിടെ പിഴച്ചു. അപ്പോൾ കയ്യിലെ കാശ് ഇന്നലെ പൊക്കാറയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്കത് പറ്റിയത്. തിരിച്ച് എയർപോർട്ടിൽ പോകാനുള്ള കാശ് പോലും ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഞങ്ങൾ പെട്ടു എന്ന് വിചാരിച്ചു. കാരണം ഇന്ത്യൻ റുപ്പീസും ഇല്ല, നേപ്പാളീസും ഇല്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കും. SBI ബാങ്കിൽ പോയി ചോദിച്ചു. അവർ കൈമലത്തി കാണിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ആകെയുള്ള പ്രതീക്ഷ നമ്മുടെയൊക്കെ ഡെബിറ്റ് കാർഡിൽ ഫോറിൻ എക്സ്ചേഞ്ച് എനേബിൾ ചെയ്യണമല്ലോ. ഡെബിറ്റ് കാർഡിൽ എന്തായാലും എനേബിൾഡ് അല്ലാന്ന് എനിക്കറിയാം. അതാക്കണമെങ്കിൽ വേറെ എന്തൊക്കെയോ നമ്പറൊക്കെ അടിക്കണം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല. ക്രെഡിറ്റ് കാർഡിൽ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർഡിൽ എഴുതിയിരിക്കുന്നു ഇത് ഭൂട്ടാനും നേപ്പാളിലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ട്രൈ പോലും ചെയ്യാതെ നമ്മൾ കുറേ നേരം ടെൻഷൻ അടിച്ചു. അവസാനം എന്തോ ഭാഗ്യത്തിന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വർക്കായി. അതുകൊണ്ട് നമുക്ക് കാശ് കിട്ടി. ഒരു 500 നമുക്ക് എക്സ്ട്രാ ഫീ ആയിട്ട് വരും ഫോറിൻ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ. ബട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. സോ ക്യാരി അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ റുപ്പി. സോ ഇവിടെയാണ് അവർ ബോഡീസ് ക്രിമേറ്റ് ചെയ്യുന്നത്, ആ റിവറിൻ്റെ തൊട്ടടുത്തായിട്ട്. അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്നിലോട്ട് ബസ് ഉണ്ടായിരുന്നു. സോ അതും വളരെ സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ നേപ്പാൾ വ്ളോഗ്.